ശാന്തി. 14-10-25. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പുരുഷോത്തമ സംഗമയുഗം മംഗളകാരി യുഗമാണ്. ഇതിൽ തന്നെയാണ് പരിവർത്തനം ഉണ്ടാകുന്നത്. നിങ്ങൾ അധമനിൽ നിന്നും ഉത്തമ പുരുഷൻ ആകുന്നു. ചോദ്യം: ഈ ജ്ഞാനമാർഗത്തിൽ ഏതൊരു കാര്യം ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നതിലൂടെ ഒരിക്കലും ഉന്നതി ഉണ്ടാകുന്നില്ല? ഉത്തരം: ഡ്രാമയിലുണ്ടെങ്കിൽ പുരുഷാർത്ഥം ചെയ്യും. ഡ്രാമ ചെയ്യിക്കുകയാണെങ്കിൽ ചെയ്യും. ഇങ്ങനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഉന്നതി ഉണ്ടാവുകയില്ല. ഈ പറയുന്നത് തന്നെ തെറ്റാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഏതൊരു പുരുഷാർത്ഥമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. പുരുഷാർത്ഥം ചെയ്യുക തന്നെ വേണം. ഗീതം: ഇത് ദീപനാളത്തിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും കഥയാണ്. ഓം ശാന്തി. ഇത് കലിയുഗി മനുഷ്യരുടെ ഗീതമാണ്. പക്ഷേ ഇതിൻ്റെ അർത്ഥം അവർ അറിയുന്നില്ല. ഇത് നിങ്ങൾ അറിയുന്നു. നിങ്ങളിപ്പോൾ പുരുഷോത്തമ സംഗമയുഗിയാണ്. സംഗമയുഗം എന്നതിനോടൊപ്പം പുരുഷോത്തമം എന്നും എഴുതേണ്ടതാണ്. കുട്ടികൾക്ക് ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് ഓർമ്മയില്ലാത്തത് കാരണം ഇങ്ങനെയുള്ള വാക്കുകൾ എഴുതുവാൻ മറന്നുപോകുന്നു. ഇത് മുഖ്യമായതാണ്. ഇതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പുരുഷോത്തമ മാസവുമുണ്ട്. ഇത് പിന്നെ പുരുഷോത്തമ സംഗമയുഗമാണ്. ഈ സംഗമത്തിൻ്റെതും ഒരു ഉത്സവമാണ്. ഇത് ഏറ്റവും ഉയർന്ന ഉത്സവമാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ പുരുഷോത്തമനായിക്കൊണ്ടിരിക്കുന്നു. ഉത്തമത്തിലും ഉത്തമ പുരുഷൻ, ഉയർന്നതിലും ഉയർന്ന ധനികനിൽ നിന്നും ധനികൻ, നമ്പർ 1 എന്ന് ലക്ഷ്മി നാരായണനെ പറയും. ശാസ്ത്രങ്ങളിൽ വലിയ പ്രളയമുണ്ടായി എന്ന് കാണിക്കുന്നു. പിന്നെ നമ്പർ 1 ആയ ശ്രീകൃഷ്ണൻ ആ ലീലയിൽ സാഗരത്തിൽ വന്നു. ഇപ്പോൾ നിങ്ങൾ എന്തു പറയും? നമ്പർ 1 ആണ് ഈ ശ്രീകൃഷ്ണൻ. കൃഷ്ണനെ തന്നെയാണ് ശ്യാമസുന്ദരം എന്ന് പറയുന്നത്. വിരൽ നുണഞ്ഞുകൊണ്ട് വന്നു എന്ന് കാണിക്കുന്നു. കുട്ടിയാണെങ്കിൽ ഗർഭത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ജ്ഞാനസാഗരത്തിൽ നിന്നും വന്ന ഉത്തമത്തിലും ഉത്തമ പുരുഷൻ ശ്രീകൃഷ്ണനാണ്. ജ്ഞാനസാഗരത്തിൽ നിന്നും സ്വർഗത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നു. അതിൽ നമ്പർ 1 പുരുഷോത്തമൻ ഈ ശ്രീകൃഷ്ണനാണ്. ഈ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ജലത്തിൻ്റെതല്ല. പ്രളയവും ഉണ്ടാകുന്നില്ല. പുതിയവരായ പല കുട്ടികളും വരുന്നതിനാൽ ബാബയ്ക്ക് പിന്നെ പഴയ പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. സത്യയുഗം, ത്രേത, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങളുണ്ട്. 5-ാമത്തേതാണ് പുരുഷോത്തമ സംഗമയുഗം. ഈ യുഗത്തിൽ മനുഷ്യൻ ചേഞ്ച് ആകുന്നു. അധമനിൽ നിന്നും സർവോത്തമനാകുന്നു. ഇതുപോലെ ശിവ് ബാബയെയും പുരുഷോത്തമം അഥവാ സർവോത്തമം എന്ന് പറയുന്നുവല്ലോ. ആ ഒന്ന് പരമമായ ആത്മാവാണ്, പരമാത്മാവ്. പിന്നെ പുരുഷന്മാരിൽ ഉത്തമമായത് ഈ ലക്ഷ്മി നാരായണനാണ്. ഇവരെ ഇങ്ങനെ ആരാണ് ആക്കിയത്? ഇതും നിങ്ങൾ കുട്ടികൾ തന്നെയാണ് അറിയുന്നത്. കുട്ടികൾക്കും മനസ്സിലായി കഴിഞ്ഞു. ഈ സമയം നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നു ഇങ്ങനെ ആകുന്നതിന് വേണ്ടി. പുരുഷാർത്ഥം ഭാരിച്ചതൊന്നുമല്ല, മോസ്റ്റ് സിമ്പിളാണ്. പഠിക്കുന്നതും അബലകളും കുബ്ജകളുമാണ്. അവർ യാതൊരു പഠിത്തവും ഇല്ലാത്തവരാണ്. അവർക്ക് വേണ്ടി എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. നോക്കൂ, അഹമ്മദാബാദിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല എന്ന് പറയുമായിരുന്നു. ശരി, ഒരു മുഴുവൻ ആയുസ്സും കഴിക്കുകയും കുടിക്കുകയും ചെയ്യാതിരുന്നാൽ പിന്നെ എന്താണ്? പ്രാപ്തി ഒന്നും തന്നെ ഇല്ലല്ലോ.
വൃക്ഷത്തിന് പോലും ആഹാരം ലഭിക്കുന്നുമല്ലോ. വളവും ജലവും മറ്റും നാച്ചുറലായി അതിന് ലഭിക്കുന്നു. അതിലൂടെ വൃക്ഷം വളരുന്നു. അയാളും ഏതെങ്കിലും അത്ഭുത സിദ്ധി നേടിയിട്ടുണ്ടാകും. ഇങ്ങനെ ധാരാളം പേരുണ്ട്. അവർ അഗ്നിയിലൂടെയും ജലത്തിലൂടെയും നടന്നു പോകുന്നു. ഇതിലൂടെ എന്ത് നേട്ടമാണുള്ളത്? നിങ്ങളുടേതാണെങ്കിൽ ഈ സഹജ രാജയോഗത്തിലൂടെ ജന്മജന്മാന്തരങ്ങളുടെ നേട്ടമാണ്. നിങ്ങളെ ജന്മജന്മാന്തരങ്ങൾക്ക് വേണ്ടി ദുഃഖിയിൽ നിന്നും സുഖമുള്ളവരാക്കി മാറ്റുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ഡ്രാമ അനുസരിച്ച് ഞാൻ നിങ്ങളെ ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ശിവനെയും ശങ്കരനെയും എന്തുകൊണ്ട് ഒന്നാക്കി? ശങ്കരന് ഈ സൃഷ്ടിയിൽ പാർട്ടേയില്ല. ശിവന്റെയും ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും പാർട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെതും ഓൾറൗണ്ട് പാർട്ടാണ്. ശിവബാബയ്ക്കും ഈ സമയം പാർട്ടുണ്ട്. ആ ഒന്ന് വന്ന് ജ്ഞാനം നൽകുന്നു, പിന്നെ നിർവാണധാമത്തിലേക്ക് പോകുന്നു. കുട്ടികൾക്ക് ധനസമ്പത്തുകൾ നൽകി സ്വയം വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നു. വാനപ്രസ്ഥയാവുക എന്നാൽ ഗുരുവിലൂടെ വാണിക്കുപരി പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യുക. എന്നാൽ തിരിച്ച് ആർക്കും തന്നെ പോകുവാൻ സാധിക്കില്ല. കാരണം വികാരിയും ഭ്രഷ്ടാചാരിയുമാണ്. വികാരത്തിലൂടെയാണ് സർവരുടെയും ജന്മമുണ്ടാകുന്നത്. ഈ ലക്ഷ്മി നാരായണൻ നിർവികാരിയാണ്. അവരുടെ ജന്മം വികാരത്തിലൂടെ അല്ല ഉണ്ടാകുന്നത്. അതിനാൽ ശ്രേഷ്ഠാചാരി എന്ന് പറയും. കുമാരിമാരും നിർവികാരിയാണ്. അതിനാൽ അവരുടെ മുന്നിൽ ശിരസ് നമിക്കുന്നു. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഇവിടെ ശങ്കറിന് യാതൊരു പാർട്ടുമില്ല. ബാക്കി പ്രജാപിത ബ്രഹ്മാവ് തീർച്ചയായും പ്രജകളുടെ പിതാവായല്ലോ. ശിവബാബയാണെങ്കിൽ ആത്മാക്കളുടെ പിതാവ് എന്ന് പറയും. ആ ഒന്ന് അവിനാശി പിതാവാണ്. ഈ ഗുഹ്യമായ കാര്യങ്ങൾ നല്ല രീതിയിൽ ധാരണ ചെയ്യണം. ആരാണോ വലിയ വലിയ ഫിലോസഫേഴ്സ്, അവർക്ക് ധാരാളം ടൈറ്റിൽസ് ലഭിക്കുന്നു. ശ്രീ ശ്രീ 108 ടൈറ്റിലും വിദ്വാൻമാർക്ക് ലഭിക്കുന്നു. ബനാറസിലെ കോളേജിൽ നിന്നും പാസ്സായി ടൈറ്റിൽ നേടുന്നു. ബാബ ഗുപ്താജിയെ അതിനാൽ ബനാറസിലേക്ക് അയച്ചിരുന്നു. ബാബയുടെയും ടൈറ്റിൽ തൻ്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന് അവർക്ക് പോയി മനസ്സിലാക്കിച്ചു കൊടുക്കാൻ. ബാബയെ ശ്രീ ശ്രീ 108 ജഗദ്ഗുരു എന്ന് പറയുന്നു. മാല തന്നെ 108ൻ്റെതാണ് ഉണ്ടാകുന്നത്. അഷ്ടരത്നങ്ങൾ പാടപ്പെടുന്നു. അവർ പാസ് വിത്ത് ഓണർ ആകുന്നു. അതിനാൽ അവരെ ജപിക്കുന്നു. പിന്നെ അതിനേക്കാൾ കുറവായി 108ൻ്റെ പൂജ ചെയ്യുന്നു. യജ്ഞം രചിക്കുമ്പോൾ ചിലർ 1000 സാലിഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നു, ചിലർ 10,000, ചിലർ 50,000, ചിലർ ലക്ഷവും ഉണ്ടാക്കുന്നു. മണ്ണിൻ്റേത് ഉണ്ടാക്കി പിന്നെ യജ്ഞം രചിക്കുന്നു. എങ്ങനെയുള്ള നല്ല നല്ല ധനികനായിരിക്കുമോ, വലിയ ധനികനായിരിക്കുമോ, അപ്പോൾ ലക്ഷങ്ങൾ ഉണ്ടാക്കിക്കും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, മാല വലുതാണല്ലോ. 16,108ൻ്റെ മാല ഉണ്ടാക്കുന്നു. ഇത് കുട്ടികളായ നിങ്ങൾക്ക് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങളെല്ലാവരും ഭാരതത്തിൻ്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു ബാബയോടൊപ്പം. ബാബയുടെ പൂജയുണ്ടാകുന്നു. അപ്പോൾ കുട്ടികളുടെയും പൂജ ഉണ്ടാകേണ്ടതാണ്. രുദ്രപൂജ എന്തുകൊണ്ട് നടക്കുന്നു എന്നത് അറിയുന്നില്ല. കുട്ടികളാണെങ്കിൽ എല്ലാവരും ശിവ് ബാബയുടേതാണ്. ഈ സമയം സൃഷ്ടിയുടെ ജനസംഖ്യ എത്രയാണുള്ളത്? ഇതിൽ എല്ലാ ആത്മാക്കളും ശിവ് ബാബയുടെ കുട്ടികളാണല്ലോ. എന്നാൽ എല്ലാവരും സഹായികളാകുന്നില്ല. ഈ സമയം നിങ്ങൾ എത്ര ഓർമ്മിക്കുമോ അത്രയും ഉയർന്നവരാകുന്നു, പൂജയ്ക്ക് യോഗ്യരാകുന്നു. ഈ കാര്യം മനസ്സിലാക്കിച്ചു തരാൻ ഇപ്രകാരം ശക്തിയുള്ള ആരുമില്ല. അതിനാൽ പറയുന്നു, ഈശ്വരനെ അങ്ങേയറ്റം വരെയും, അതായത് പൂർണ്ണമായും
ആരും അറിയുന്നില്ല. ബാബ തന്നെ വന്ന് മനസ്സിലാക്കിക്കുന്നു. ബാബയെ ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും ജ്ഞാനം നൽകുമല്ലോ. പ്രേരണയുടെ കാര്യം ഉണ്ടായിരിക്കുന്നില്ല. ഭഗവാൻ ഏതെങ്കിലും പ്രേരണയിലൂടെ മനസ്സിലാക്കിക്കുമോ? നിങ്ങൾ അറിയുന്നുണ്ട്, ആ ഒന്നിൻ്റെ അടുക്കൽ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമുണ്ട്. അത് പിന്നെ കുട്ടികളായ നിങ്ങളെ കേൾപ്പിക്കുന്നു. ഈ നിശ്ചയമുണ്ട്. നിശ്ചയമുണ്ടായിരുന്നിട്ടും ബാബയെ മറന്നുപോകുന്നു. ബാബയുടെ ഓർമ്മ, ഇതാണ് പഠനത്തിൻ്റെ സാരം. ഓർമ്മയുടെ യാത്രയിലൂടെ കർമാതീത അവസ്ഥ ഉണ്ടാകുന്നതിൽ പ്രയത്നം തോന്നുന്നു. ഇതിൽ തന്നെയാണ് മായയുടെ വിഘ്നം വരുന്നത്. പഠനത്തിൽ ഇത്രത്തോളം വിഘ്നം വരുന്നില്ല. ഇപ്പോൾ ശങ്കറിനെ കുറിച്ച് പറയുന്നു. ശങ്കർ കണ്ണു തുറക്കുമ്പോൾ വിനാശമുണ്ടാകുന്നു എന്ന്. ഈ പറയുന്നതും ശരിയല്ല. ബാബ പറയുന്നു, ഞാൻ വിനാശം ചെയ്യിക്കുന്നുമില്ല, ഞാൻ അത് ചെയ്യുന്നുമില്ല. ഇത് തെറ്റാണ്. ദേവതമാർ പാപം ചെയ്യുന്നില്ല. ഇപ്പോൾ ശിവ് ബാബ ഇരുന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കുന്നു. ആത്മാവിൻ്റെ ഈ ശരീരം രഥമാണ്. ഓരോ ആത്മാവും തൻ്റെ രഥത്തിൽ സവാരി ചെയ്യുന്നു. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൻ്റേത് ലോൺ എടുക്കുന്നു. അതിനാൽ എൻ്റേത് ദിവ്യ അലൗകിക ജന്മം എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ 84ൻ്റെ ചക്രമുണ്ട്. അറിയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു, പിന്നീട് സ്വർഗത്തിലേക്ക് വരും. ബാബ വളരെ സഹജമാക്കി മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിൽ ഹാർട്ട് ഫെയിൽ ആകരുത്, അതായത് നിരാശരാകരുത്. പറയുന്നു ബാബ, നമ്മൾ പഠിത്തമുള്ളവരല്ല, മുഖത്തിലൂടെ ഒന്നും വരുന്നില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നില്ല. മുഖം തീർച്ചയായും പ്രവർത്തിക്കുന്നുവല്ലോ. ആഹാരം കഴിക്കാൻ വായ് പ്രവർത്തിക്കുന്നല്ലോ. വാണി വരാതിരിക്കുക എന്നത് സാധ്യമല്ല. ബാബ വളരെ സിമ്പിളായി മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ആരെങ്കിലും മൗനമായി ഇരിക്കുന്നു എങ്കിൽ പോലും മുകളിലേക്ക് സൂചന നൽകുന്നു. ആ ഒന്നിനെ ഓർമ്മിക്കൂ. ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്ന ആ ഒന്ന് ഒരേ ഒരു ദാതാവാണ്. ഭക്തിമാർഗത്തിലും ദാതാവാണ്, ഈ സമയത്തും ദാതാവാണ്. പിന്നെ വാനപ്രസ്ഥത്തിലാണെങ്കിൽ ശാന്തിയാണ്. കുട്ടികളും ശാന്തിധാമത്തിൽ വസിക്കുന്നു. പാർട്ട് അടങ്ങിയിട്ടുണ്ട്, അത് ആക്റ്റിൽ വരുന്നു. ഇപ്പോൾ നമ്മുടെ പാർട്ടാണ് വിശ്വത്തെ പുതിയതാക്കി മാറ്റുക. ആ ഒന്നിൻ്റെ നാമം വളരെ നല്ലതാണ്, ഹെവൻലി ഗോഡ് ഫാദർ. ബാബ സ്വർഗത്തിൻ്റെ രചയിതാവാണ്. ബാബ നരകം രചിക്കില്ല. പഴയ ലോകത്തെ ആരെങ്കിലും രചിക്കുമോ? കെട്ടിടം എപ്പോഴും പുതിയതാണ് ഉണ്ടാക്കാറുള്ളത്. ശിവ് ബാബ പുതിയ ലോകത്തെ ബ്രഹ്മാവിലൂടെ രചിക്കുന്നു. ഈ ഒന്നിന് പാർട്ട് ലഭിച്ചിരിക്കുന്നു. ഇവിടെ പഴയ ലോകത്തിൽ ഏതെല്ലാം മനുഷ്യരുണ്ടോ എല്ലാവരും അന്യോന്യം ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ശിവ് ബാബയുടെ സന്താനമാണ്. പിന്നെ ശരീരധാരിയായിരിക്കെ പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികളായിരിക്കുന്നു, അഡോപ്റ്റഡ് ആണ്. നമ്മെ ജ്ഞാനം കേൾപ്പിക്കുന്നത് രചയിതാവായ ശിവ് ബാബയാണ്. ആ ഒന്ന് തൻ്റെ രചനയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിക്കുന്നു. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് തന്നെ ഇതാവുക എന്നാണ്. നോക്കൂ, മനുഷ്യർ എത്ര ചിലവ് ചെയ്ത് മാർബിളിൽ മൂർത്തികളെ ഉണ്ടാക്കുന്നു. ഇതാണ് ഈശ്വരീയ വിശ്വവിദ്യാലയം, വേൾഡ് യൂണിവേഴ്സിറ്റി. മുഴുവൻ യൂണിവേഴ്സിറ്റിയും ചേഞ്ച് ചെയ്യുന്നു. അവരുടെ ഏതെല്ലാം ക്യാരക്ടേഴ്സ് ഉണ്ടോ എല്ലാം ആസുരീയമാണ്. ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നതാണ്. ഇത് ഈശ്വരീയ യൂണിവേഴ്സിറ്റിയാണ്. ഈശ്വരീയ വിശ്വവിദ്യാലയം ഒന്നേ ഉള്ളൂ. അത് ഈശ്വരൻ വന്ന് തുറക്കുന്നു. അതിലൂടെ മുഴുവൻ വിശ്വത്തിൻ്റെയും മംഗളമുണ്ടാകുന്നു.
കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ റൈറ്റും റോങ്ങും മനസ്സിലായി കഴിഞ്ഞു. അത് മനസ്സിലാക്കുന്ന മറ്റൊരു മനുഷ്യനുമില്ല. റൈറ്റും റോങ്ങും മനസ്സിലാക്കിക്കുന്നവൻ ഒരേ ഒരു റൈറ്റിയസ് ആണ്. ആ ഒന്നിനെ ട്രൂത്ത് എന്ന് പറയുന്നു. ബാബ തന്നെ വന്ന് ഓരോരുത്തരെയും റൈറ്റിയസ് ആക്കി മാറ്റുന്നു. റൈറ്റിയസ് ആകുമെങ്കിൽ പിന്നെ മുക്തിയിൽ പോയ ശേഷം ജീവൻ മുക്തിയിൽ വരും. ഡ്രാമയെയും നിങ്ങൾ കുട്ടികൾ അറിയുന്നു. ആദ്യം മുതൽ അന്ത്യം വരെ പാർട്ട് അഭിനയിക്കുന്നതിന് നമ്പർ വാറായി വരുന്നു. ഈ കളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഡ്രാമ ഷൂട്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് എവർ ന്യൂ ആണ്. ഈ ഡ്രാമ ഒരിക്കലും പഴയതാകുന്നില്ല. മറ്റെല്ലാ നാടകങ്ങളും മറ്റും വിനാശമാകുന്നു. ഇത് പരിധിയില്ലാത്ത അവിനാശി ഡ്രാമയാണ്. ഇതിൽ എല്ലാവരും അവിനാശി പാർട്ട്ധാരിയാണ്. അവിനാശി കളിയെ അഥവാ അരങ്ങിനെ നോക്കൂ, എത്ര വലുതാണ്. ബാബ വന്ന് പഴയ സൃഷ്ടിയെ വീണ്ടും പുതിയതാക്കി മാറ്റുന്നു. ഇതിൻ്റെ എല്ലാം സാക്ഷാത്കാരം നിങ്ങൾക്കുണ്ടാകും. എത്രത്തോളം സമീപം വരുമോ പിന്നെ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, സാക്ഷാത്കാരം കാണും. പറയും, ഇപ്പോൾ പാർട്ട് പൂർത്തിയായി. ഡ്രാമയ്ക്ക് പിന്നെ ആവർത്തിക്കേണ്ടതുണ്ട്. വീണ്ടും പുതിയതായി പാർട്ട് അഭിനയിക്കും. ഏതാണോ കൽപ്പത്തിന് മുമ്പ് അഭിനയിച്ചത്. ഇതിൽ അല്പം പോലും വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. അതിനാൽ എത്ര സാധിക്കുമോ കുട്ടികളായ നിങ്ങൾ ഉയർന്ന പദവി നേടണം. പുരുഷാർത്ഥം ചെയ്യണം. കുഴങ്ങിപ്പോകുവാൻ പാടില്ല. ഡ്രാമയ്ക്ക് എന്താണോ ചെയ്യിക്കേണ്ടത് അത് ചെയ്യിക്കും. ഇങ്ങനെ പറയുന്നതും തെറ്റാണ്. നമുക്ക് പുരുഷാർത്ഥം ചെയ്യുക തന്നെ വേണം. ശരി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം. പഠനത്തിൻ്റെ സാരം ബുദ്ധിയിൽ വച്ച് ഓർമ്മയുടെ യാത്രയിലൂടെ കർമാതീത അവസ്ഥ നേടണം. ഉയർന്നവരും പൂജനീയരും ആകുന്നതിനായി ബാബയുടെ പരിപൂർണ സഹായിയാകണം. സത്യമായ ബാബയിലൂടെ റൈറ്റിൻ്റെയും റോങ്ങിൻ്റെയും ഏതൊരു വിവേകം ലഭിച്ചുവോ അതിലൂടെ റൈറ്റിയസായി ജീവൻ ബന്ധനത്തിൽ നിന്നും മുക്തമാകണം. മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് നേടണം. വരദാനം. പരസ്പരം സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലിലൂടെ സർവരെയും സഹയോഗിയാക്കുന്ന സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. ഇപ്പോൾ ജ്ഞാനം കൊടുക്കുന്നതിൻ്റെയും എടുക്കുന്നതിൻ്റെയും സ്റ്റേജ് കടന്നു കഴിഞ്ഞു. ഇപ്പോൾ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ നടത്തൂ. ആര് തന്നെ മുന്നിൽ വന്നാലും സംബന്ധത്തിൽ വന്നാലും സ്നേഹം കൊടുക്കുകയും എടുക്കുകയും വേണം. ഇതിനെയാണ് സർവരുടെയും സ്നേഹി അഥവാ ലവ്ലി എന്ന് പറയുന്നത്. ജ്ഞാനദാനം അജ്ഞാനികൾക്കാണ് ചെയ്യുന്നത്. എന്നാൽ ബ്രാഹ്മണ പരിവാരത്തിൽ ഈ ദാനത്തിൻ്റെ മഹാദാനിയാകൂ. സങ്കല്പത്തിൽ പോലും ആരെങ്കിലും പ്രതി സ്നേഹമല്ലാതെ മറ്റൊന്നും ഉൽപ്പന്നം ആകരുത്. എപ്പോഴാണോ സർവരെ പ്രതിയും സ്നേഹം ഉണ്ടാകുന്നത് അപ്പോൾ സ്നേഹത്തിൻ്റെ റെസ്പോൺസായി സഹയോഗം ഉണ്ടാകുന്നു. സഹയോഗത്തിൻ്റെ റിസൾട്ടായി സഫലത പ്രാപ്തമാകുന്നു. സ്ലോഗൻ. ഒരു സെക്കൻഡിൽ വ്യർത്ഥ സങ്കല്പങ്ങളുടെ മേൽ ഫുൾ സ്റ്റോപ്പ് ഇടൂ. ഇതുതന്നെയാണ് തീവ്ര പുരുഷാർത്ഥം. മാതേശ്വരി ജിയുടെ അമൂല്യ മഹാവാക്യങ്ങൾ. ഇക്കാലത്ത് മനുഷ്യർ മുക്തിയെ തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: ആരാണോ മുക്തി നേടുന്നത് അവർ ജനന മരണത്തിൽ നിന്നും ഒഴിവാകുന്നു എന്ന്. അവർ ജനന മരണത്തിൽ വരാതിരിക്കുന്നതിനെയാണ് ഉയർന്ന പദം എന്ന് മനസ്സിലാക്കുന്നത്. അതിനെ പ്രാപ്തിയായി അംഗീകരിക്കുന്നു. ജീവൻ മുക്തിയെ മനസ്സിലാക്കുന്നത്
ആരാണോ ജീവിതത്തിൽ ഇരിക്കവേ നല്ല കർമ്മം ചെയ്യുന്നത്, ഏതുപോലെ ധർമാത്മാക്കളുണ്ട്, അവരെ ജീവൻ മുക്തരായി മനസ്സിലാക്കുന്നു. ബാക്കി കർമ്മബന്ധനത്തിൽ നിന്നും മുക്തമാവുക എന്നത് കോടിയിലും വിരളം ചിലരെ മനസ്സിലാക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതാണ് അവരുടേതായ മതം. എന്നാൽ നമ്മളാണെങ്കിൽ പരമാത്മാവിലൂടെ അറിഞ്ഞു കഴിഞ്ഞു. ഏതുവരെ മനുഷ്യൻ ആദ്യം വികാരി കർമ്മബന്ധനത്തിൽ നിന്നും മുക്തമായിട്ടില്ലയോ, അതുവരെയും ആദി മധ്യ അന്ത്യം ദുഃഖത്തിൽ നിന്നും മുക്തമാകുവാൻ സാധിക്കില്ല. അപ്പോൾ ഇതിൽ നിന്നും മുക്തമാകുന്നതും ഒരു സ്റ്റേജാണ്. അതും ആദ്യം എപ്പോഴാണോ ഈശ്വരീയ നോളജ് ധാരണ ചെയ്യുന്നത്, അപ്പോൾ തന്നെയാണ് ആ സ്റ്റേജിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. ആ സ്റ്റേജിൽ എത്തിക്കുന്ന സ്വയം പരമാത്മാവ് ആവശ്യമാണ്. കാരണം മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നത് ആ ഒന്നാണ്. അതും ഒരേ ഒരു സമയത്ത് വന്ന് സർവർക്കും മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു. ബാക്കി പരമാത്മാവ് അനേകം തവണയൊന്നും വരുന്നില്ല. പരമാത്മാവ് തന്നെയാണ് എല്ലാ അവതാരവും ധാരണ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കരുത്. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. മനസ്സാ സേവനം പരിധിയില്ലാത്ത സേവനമാണ്. എത്രത്തോളം താങ്കൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും സ്വയം സാമ്പിൾ ആകുമോ, അപ്പോൾ സാമ്പിളിനെ കണ്ട് സ്വതവേ തന്നെ ആകർഷിതരാകും. കേവലം ദൃഢസങ്കല്പം വയ്ക്കൂ. അപ്പോൾ സഹജമായി സേവനം നടന്നുകൊണ്ടിരിക്കും. അഥവാ വാണിക്ക് വേണ്ടി സമയം ഇല്ലെങ്കിൽ വൃത്തിയിലൂടെ മനസ്സാ സേവനത്തിലൂടെ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള സമയം ഉണ്ടല്ലോ. ഇപ്പോൾ സമയം സേവനത്തിനു വേണ്ടി അല്ലാതെ പാഴാക്കരുത്. നിരന്തര യോഗിയും നിരന്തര സേവാധാരിയും ആകൂ. അഥവാ മനസ്സാ സേവനം ചെയ്യാൻ അറിയില്ലെങ്കിൽ തൻ്റെ സമ്പർക്കത്തിലൂടെയും തൻ്റെ പെരുമാറ്റത്തിലൂടെയും സേവനം ചെയ്യുവാൻ സാധിക്കും. ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി. സദ്ഗുരുവായ ബാബയിൽ നിന്നും സ്മൃതി സ്വരൂപമായി ഭവിക്കട്ടെ എന്ന വരദാനം ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ആത്മസ്മൃതിയുടെ തിലകധാരിയായി മാറും. ഈ ആത്മസ്വരൂപ സ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശബ്ദത്തിനുപരി ശാന്ത സ്വരൂപ അവസ്ഥ എനിക്ക് പ്രാപ്തമാകുന്നു. സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കപ്പെടുന്ന അനുഭവം എനിക്കുണ്ടാകും. ഇപ്പോൾ ഞാൻ പരമാത്മാ സ്മൃതിയുടെ തിലകം അണിയുകയാണ്. പരമധാമത്തിലെ പരമജ്യോതിയായി ബാബയുടെ
സ്മൃതി സ്വരൂപമാകുന്നു. എൻ്റെ അനാദി സ്വീറ്റ് സൈലൻസ് സ്വരൂപസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ബാബയുടെ സ്മൃതിയിൽ ഏകാഗ്രമാകുമ്പോൾ എന്നിൽ ശക്തികൾ ഉണർന്നു വരുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ വിശേഷ ശക്തികൾ എന്നെ പരമാർത്ഥ മാർഗത്തിൽ വിഘ്നവിനാശകനാക്കി മാറ്റും. ഈ സൈലൻസിൻ്റെ ശക്തിയുടെ ആധാരത്തിൽ എനിക്ക് വിപരീത സാഹചര്യങ്ങളിൽ നിന്നും വേറിട്ടും ഒരു ബാബയ്ക്ക് പ്രിയപ്പെട്ടും ഇരിക്കുവാൻ സാധിക്കും. ഈ സ്വീറ്റ് സൈലൻസ് സ്വരൂപ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വിശേഷ ആത്മാവായ ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ വിശ്വമാകെ വ്യാപിക്കുന്നു. शिव